പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയത്തിനായി ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അഭിഷേക പ്രാർത്ഥന നടത്തി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയത്തിനായുള്ള അഭിഷേക പ്രാർത്ഥന ചൊവ്വാഴ്ച നടന്നു. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന, വിദ്യാർത്ഥികൾക്കായുള്ള അഭിഷേക പ്രാർത്ഥന എന്നിവ നടന്നു. പ്രമുഖ വൈദിക ശ്രേഷ്ഠർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെയും അവരുടെ പഠനോപകരണങ്ങളും വൈദികർ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വെഞ്ചരിച്ച പേനയും വിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥനാ കാർഡും വിതരണം ചെയ്തു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കടന്നു വരുവാനും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിനകത്തുള്ള മുതിർന്ന സഹോദരങ്ങൾ, മാതാപിതാക്കന്മാര് ദയവ് ചെയ്ത് ദേവാലയത്തിൽ നിന്നും പുറത്തേക്കായിരിക്കുവാനും പുറത്തായിരിക്കുന്ന വിദ്യാർത്ഥികളായ എല്ലാ മക്കളും ദേവാലയത്തിനകത്തേക്ക് കടന്നു വരുവാനും ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികളായവർ മുട്ടുകുത്തി തന്നെ നിൽക്കുക. മുതിർന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത് ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് നിന്നുകൊണ്ട് ദേവാലയത്തിനകത്ത് വിദ്യാർത്ഥികളായ മക്കൾ ആയിരിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിന് പുറത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും ദേവാലയത്തിനകത്തേക്ക് വരിക. പ്രിയ മക്കളെ, വരുവാനായിട്ട് നിൽക്കുകയാണ്. ദയവ് ചെയ്ത് മുതിർന്ന സഹോദരങ്ങൾ ദേവാലയത്തിനകത്ത് നിന്നും പുറത്തേക്ക് മാറി കുഞ്ഞുമക്കൾക്ക് ദേവാലയത്തിനകത്തായിരിക്കുവാനുള്ള സൗകര്യം നൽകുക. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ആ വരിയില് മുഖത്തോട് മുഖം തിരിച്ച് സ്നേഹമുള്ളവര്, മുതിർന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത് ദേവാലയത്തിനകത്ത് നിന്നും പുറത്തേക്ക് മാറി നിൽക്കുവാനും ദേവാലയത്തിനകത്ത് വിദ്യാർത്ഥികളായ മക്കൾക്കായിരിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഇവിടെ ആശീർവദിച്ച ഈ പോകാനായിട്ട് ശ്രമിക്കരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ദേവാലയത്തിനകത്തുള്ള മുതിർന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത് ദേവാലയത്തിനകത്ത് നിന്നും പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ദേവാലയത്തിനകത്തായിരിക്കുവാനുള്ള സൗകര്യമൊരുക്കാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പുറത്തുള്ള വിദ്യാർത്ഥികളായ എല്ലാ മക്കളും ദേവാലയത്തിനകത്തേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവര്, ദേവാലയത്തിന്റെ ഈ കൊയർ സൈഡിലും അതുപോലെ തന്നെ തിരിശേഷിപ്പിരിക്കുന്നതിന് മുൻവശത്തുമുള്ള ഈ വാതിൽ, അതിലൂടെയാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോവുക. ദയവ് ചെയ്ത് ഈ 2 വാതിലിനരികിൽ നിൽക്കുന്നവര് ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് മാറി നിൽക്കുക. ദേവാലയത്തിന്റെ അൾത്താരക്കരികിലുള്ള ഇരുവശങ്ങളിൽ